യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, 122 സങ്കീർത്തനത്തിൽ. പക്ഷേ പുതിയ നിയമത്തിൽ യെരുശലേമിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, സകല രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിശേഷാൽ സകല മനുഷ്യർക്ക് വേണ്ടി, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സകല രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇറാന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എത്ര പേര് നിങ്ങൾ ഇറാന് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് ടർക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് സിറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് അഫ്ഗാനിസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് ഈ പറഞ്ഞ മൊറോക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും? പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ നിങ്ങൾക്കറിയാം. ആ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ, മാലദ്വീപിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ലക്ഷദ്വീപിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് നേഷൻസ് എത്രയോ ഉണ്ട്, അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട, ഇന്ന് ദൈവം പോലും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന പല യൂറോപ്പ്, പണ്ടൊരു കാലത്ത് ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു, അവയ്ക്ക് ഇന്ന് ക്രിസ്തീയതയ്ക്ക് വിട്ടുപോയി. ആ രാജ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? യൂറോപ്പിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുക, ഹൂ വിൽ ഗോ ഫോർ അസ്? പക്ഷേ യെശയ്യാവ് പറഞ്ഞു, ആ കണ്ട ദർശനത്തിൽ, ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പം തനിക്ക് മനസ്സിലായി താൻ എത്ര അരിഷ്ടനായൊരു മനുഷ്യനാണ്. പെട്ടെന്ന് താൻ കരയാൻ തുടങ്ങി. പെട്ടെന്ന് ദൈവം പറഞ്ഞു, വിഷമിക്കണ്ട, നിൻ്റെ വായിലെ ഇതൊക്കെ ഞാൻ മാറ്റാം, നിൻ്റെ വായ ഞാനൊന്ന് തൊടാം. ഒരു ദൂതനൊരു കനലെടുത്തുകൊണ്ട് വന്ന് എന്ത് ചെയ്തു? നാക്കിന് തൊടിയിച്ചു. ഒന്ന് തൊട്ടപ്പോഴത്തേക്കും താൻ മാറി, പ്രവാചകനായിട്ട് മാറി. അടുത്ത കേട്ടൊരു ശബ്ദം, ഹൂ വിൽ ഗോ ഫോർ അസ്? ആർ പോകും? അടിയനിതാ, എന്നെ അയക്കണമേ. അതിൻ്റെ അർത്ഥം എല്ലാവരും കൂടെ നോർത്ത് ഇന്ത്യയിൽ പോകണമെന്നോ നോർത്ത് ഈസ്റ്റിൽ പോകണമെന്നോ ഒന്നുമല്ല. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ അയൽവക്കങ്ങളിലുണ്ട്, നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലുണ്ട്, നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഈ യേശുവിനെ ഇനിയും അറിയാത്തവരുണ്ട്. അവരിലേക്കും കൂടെ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പോയി പറഞ്ഞെങ്കിലേ അവസാനം